അപ്പോൾ ഇന്നൊരു ഡ്യൂട്ടിയുള്ള ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് കാണിച്ചു തരാമേ. രാവിലെ എന്നത്തെയും പോലെ ഞാൻ ചിയ സീഡിൻ്റെ വെള്ളം കുടിച്ചു. പിന്നെ ഓഫീസിലെത്തി. ആദ്യം ഞാൻ ഓട്ട് മീലാണ് കഴിച്ചത്, ഓവർനൈറ്റ് ഓട്സ്. അതിനകത്ത് നട്ട്സും ചിയ സീഡ്സും മിൽക്കൊക്കെ ഒഴിച്ച് അത് ഞാൻ ഓവർനൈറ്റ് തന്നെ ഉണ്ടാക്കി വെക്കും. ചില സമയത്ത് ഞാൻ രാവിലെ 5 മണിക്കാകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 7-7:30 ആകുമ്പോൾ കഴിക്കും. ആക്ച്വലി അത് എത്ര നല്ലതാണോ എന്നറിയില്ല, ഓവർനൈറ്റ് ഓട്സ് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യും. അതാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വെള്ളം കുടിച്ചപ്പോൾ ഭയങ്കര ചൂടാ പുറത്ത്. ഉള്ളിലൊന്നും അറിയില്ലെങ്കിലും പൊതുവെ നമുക്ക് ബോഡിക്ക് ഭയങ്കര ഒരു ദാഹം ഇപ്പം ഈ സമയത്ത്. അത് കഴിച്ച ശേഷം ഓഫീസിൽ നിന്ന് ഞാൻ ചിപ്സ് കഴിച്ചു. ചിപ്സ് അല്ല, ഇത് ചീറ്റോസ് ആണെന്ന് തോന്നുന്നു. ചീറ്റോസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടമല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2-3 പീസൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മന്തി കഴിച്ചു ഗൈസ്. പക്ഷേ ഈ മന്തി വളരെ വളരെ ഫ്ലോപ്പായിരുന്നു. ഈ പാകിസ്ഥാനി റൈസൊക്കെ കഴിക്കില്ലേ, ഒരു പുലാവൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും ഞാൻ ലേസ് കഴിച്ചു. ഈ ലേസും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ മഞ്ഞ ലേസാണ് ഗൈസ്. സ്വർഗം എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലെ ലേസ്. ഇവിടുത്തെ ലേസ് കുറേ പേർക്ക് ഇവിടുത്തെ ലേസാണ് ഇഷ്ടം. പക്ഷേ എനിക്കങ്ങനെ ഇവിടുത്തെ ലേസിനോട് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെയും ഞാൻ മുണുമുണാന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സാൻഡ്വിച്ച് എന്ന് പറയാൻ പറ്റുമോ, ഇതെന്താ പറയുക, അതിന് മയോണൈസും ചിക്കനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള സാധനം. ഇത് ഞാൻ മോസ്റ്റ്ലി എല്ലാ ദിവസവും കഴിക്കും. വളരെ അൺഹെൽത്തിയാണ്, പക്ഷേ ഞാൻ ഡെയിലി കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ രാവിലെ പെട്ടെന്ന് നമുക്കിത് വാങ്ങിയിട്ട് വരാൻ പറ്റും. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു കോൺ ഐസ്ക്രീം കഴിച്ചു ഗൈസ്. വീട്ടിൽ ചെന്നപ്പോൾ ചോറും മുതിരയും മത്തി വറുത്തതൊക്കെ കൂട്ടി അമ്മ വാരി തന്നു. അത് കഴിഞ്ഞ് നല്ലപോലെ കിടന്നുറങ്ങി. പിന്നെ അനിയൻ പുറത്തു പോയി വന്നപ്പോൾ അനിയന് സച്ചിയും സഖിയൊക്കെ പുറത്തു പോയി വന്ന് കേക്ക് കൊണ്ട് തന്നു. അത് ഞാൻ മുണുമുണ നക്കി തിന്നു. കേക്ക് കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുമ്പോൾ അവരൊരു ചോക്ലേറ്റിൻ്റെ ഡെസേർട്ടും കൂടി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിച്ചു. അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, വെറും ക്രീമാണ് അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഷവായ കഴിച്ചു. ഞാൻ ഷവായ പേഴ്സണേ അല്ല, എനിക്കിഷ്ടമേ അല്ല. അത് കഴിഞ്ഞ് ഞാനൊരു സാൻഡ്വിച്ച് കൂടെ കഴിച്ചു. അവസാനിപ്പിച്ചു. ബൈ.